നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. 1202 പുതുവർഷ ആശംസകൾ നേരുന്നു. തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ഈ 2026 ആഗസ്റ്റ് 17 മുതൽ 2027 ആഗസ്റ്റ് 17 വരെയാണ് ഈ പുതിയ വർഷമുള്ളത്. അപ്പോൾ മിഥുനക്കൂറാണ് തിരുവാതിര നക്ഷത്രം. അപ്പോൾ അവർക്ക് വേഴൻ 2ലും 3ലുമായിട്ട് സഞ്ചരിക്കുന്ന ഘട്ടമാണ്. ശനി 10 സഞ്ചരിക്കുന്നതും 11 സഞ്ചരിക്കുന്നതുമായ വർഷമാണ്. രാഹു 9ലും അത് കഴിഞ്ഞ് 8ലും സഞ്ചരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ നമുക്ക് ഈ ശനി 11 വരുന്ന കാലഘട്ടവും വേഴൻ 2 നിൽക്കുന്ന കാലഘട്ടമൊക്കെ നല്ലതാണ്. അപ്പോൾ വേഴഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തും സന്തതിയും സൗഭാഗ്യവും വിദ്യ എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വേഴൻ. സർവ ഈശ്വര ചൈതന്യങ്ങളും വേഴഗ്രഹത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം ഈ വർഷം നമുക്ക് വളരെ അനുകൂലമായിട്ടുണ്ട്. 10ാം മാസം വരെ വേഴത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അപ്പോൾ ഈ വേഴഗ്രഹം 2 നിൽക്കുമ്പോൾ സൗമ്യ വിത്തഗതേ പുരാർജിത ധന നാമേവ മൃത്യുൽഭവ പ്രാപ്ത്യാപ്തർ ഭരണീയ രജ്ജനസുഖം ഭ്രഷ്ടേതിയായാൽ ഫലോ എന്നാണ്. അപ്പോൾ പൂർവിക സ്വത്തുവകകളൊക്കെ നാമ്യം എന്ന് വെച്ചാൽ വെറും പേരിന് മാത്രമേ ഉള്ളെങ്കിൽ അത് വൃത്തി ഉത്ഭവ എന്നാണ്. അഭിവൃത്തിപ്പെട്ട് വരും. പ്രാപ്ത്യാപ്തർ എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റൂലെന്ന് പറയുന്ന കാര്യങ്ങളും വെറും ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടാനും ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയാലും നമ്മളെ പ്രവൃത്തി കൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. കാരണം നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് നമുക്ക് വിജയം കിട്ടണമെങ്കിലും ഒരു ഇലക്ഷൻ നിൽക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചാലും മറ്റുള്ളവരെ വോട്ട് കൊണ്ടാണ് വിജയിക്കണമെങ്കിലാണ് മറ്റുള്ളവരുടെ പ്രയത്നം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് വിജയം കിട്ടും. ഇത് നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് നല്ലതായ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടും. അതേപോലെ അധികാരങ്ങളും സ്ഥാനമാനങ്ങൾ കിട്ടും. സർക്കാർ കോടതി അധികാരികളിൽ നിന്നും സഹായം കിട്ടും. അങ്ങനെ എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് നേടി ജയിക്കാൻ പറ്റുന്ന ഘട്ടമാണ്. ആശയങ്ങളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കണമെന്ന് വിചാരിക്കുന്ന പദ്ധതികളും ഒക്കെ എളുപ്പത്തിന് നമുക്ക് അത് കൈകാര്യം ചെയ്ത് വിജയിപ്പിക്കാനും സ്വന്തം തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് നല്ലതായ മാർഗങ്ങൾ തെളിയിച്ച് സമൂഹത്തിന് നല്ലത് വരുത്താനും ഒക്കെ യോഗം ഉള്ള ഒരു ഘട്ടമാണ്. തിരുവാതിര നക്ഷത്രക്കാർ കുറച്ച് ആത്മീകം, ദൈവീകം, ഭക്തി ഇതൊക്കെ ഉള്ളവരും എല്ലാ കലാരംഗങ്ങളിലും രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗങ്ങളിലും വിദ്യാരംഗങ്ങളിലും പ്രവർത്തന രംഗങ്ങളിലും അവർക്ക് ഉത്സാഹഭരിതരാണ്. എന്തും നാളെ ആവട്ടെ എന്ന് വിചാരിക്കണമല്ല, ഇപ്പം തന്നെ ചെയ്യണമെന്ന് വിചാരിക്കണവരാണ്. പക്ഷെ പല പ്രയത്നങ്ങൾ ചെയ്തിട്ടും പരാജയങ്ങളുണ്ടാകുന്ന ഘട്ടങ്ങളായിരുന്നു മുമ്പ്. ഇപ്പം അതല്ല, കുറച്ച് നേട്ടങ്ങളായിട്ട് വരും. ഇപ്പോഴും തടസ്സങ്ങൾ ഒരുപാടുണ്ടെങ്കിലും കാര്യനേട്ടങ്ങളുണ്ടാവും. 10ാം മാസം കഴിയുമ്പോൾ പിന്നെ 2027 ജനുവരി വരെ വേഴൻ എന്ന് പറയുന്ന ഗ്രഹം 2 - 3ലേക്ക് വരും. വേഴൻ മാറ്റത്തെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കുമ്പോഴറിയാൻ പറ്റും. അപ്പോഴിത്തിരി മങ്ങലാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ശനി ഈ 2026 ഡിസംബറോടുകൂടി 11ലേക്ക് വരെയാണ്. അതൊരു വലിയ കാര്യമാണ്. 2.5 വർഷത്തേക്ക് ശനി 11 വരുന്ന ഘട്ടം നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ 11 ശനി വരുമ്പോൾ നമുക്ക് ആരോഗ്യവും നിർവമാനനും രാജാവിൻ്റെ പ്രീതി, അധികാരികളുടെ പ്രീതിയൊക്കെ കിട്ടാനും സർക്കാർ കോടതി അധികാരികളിൽ നിന്നും സഹായം കിട്ടാനും നമ്മുടെ പ്രവർത്തന രംഗങ്ങളിൽ മികവുറ്റ നേട്ടം കിട്ടാനും ധനസമായാനം ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരാനും നല്ല സുഹൃത്തുക്കളും നല്ല വ്യക്തിബന്ധങ്ങളും നല്ല പ്രവർത്തന പുരോഗതികളും ഇതൊക്കെ കിട്ടാനും സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ പോലും ഹീറോ ആവുന്ന സമയമാണ്. ഹീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ സ്റ്റാർ ആവുന്ന സമയമാണ്. സ്റ്റാറായിട്ടിരിക്കുന്ന ഒരാൾ സൂപ്പർ സ്റ്റാർ ആവുന്ന സമയമാണ്. അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം കിട്ടാനും നമുക്ക് വളരെ ബിസിനസ്, ഏജൻസി, കോൺട്രാക്റ്റ്, പ്രവർത്തന രംഗങ്ങളിലൊക്കെ
വളരെ പുരോഗതി ഉണ്ടാകും. കാരണം ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം ദാസപ്രത്യാദി കാരകോ ശനിന്നാണ്. ദാസന്മാരും വൃത്യന്മാരും ഒക്കെയാണ് ശനിയുടെ വകുപ്പ്. ഒരു തൊഴിലാളി പോലും മുതലാളിയാവണത്, ചെറിയ ഒരു ആൾ പോലും വലിയ സ്ഥാനമാനങ്ങൾ ഒക്കെ കിട്ടണത്, നല്ല പ്രൊമോഷൻ, നല്ല സാലറി, നല്ല പ്രോഫിറ്റ്, നല്ല കമ്മീഷൻ. നമ്മളൊരു തൊഴിലാളിയല്ല, ഒരു വലിയ മുതലാളിയായാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കം കുറിച്ച വലിയ വിജയകരമായ നേട്ടങ്ങൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സമയവും കൂടിയാണ്. പിന്നെ രാഹു ഡിസംബറോടുകൂടി 8ലേക്ക് വരും. അപ്പം അവിടെ നമ്മളെത്തി സൂക്ഷിക്കണം. രാഹു 8 നിൽക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരുപാട് ശത്രുക്കളുണ്ടാവും. പാമ്പിനെ കണ്ട ഉടനെ ആളുകൾ അടിക്കാൻ ഓടുന്നത് പോലെയാണ് മിക്ക ആൾക്കാർക്കും പാമ്പിനെ കാണുമ്പോൾ അവരെ കോളങ്ങ് മാറും. അതിനെ കൊല്ലാനും അടിക്കാനും ഒക്കെ പോകുന്ന ഒരവസരം ഉണ്ടായിപ്പോകും. അപ്പോൾ സർപ്പ 8 നിൽക്കുമ്പോൾ നിങ്ങളെ നല്ലതായ ജീവിതവും പ്രവർത്തനങ്ങളും പുരോഗമനങ്ങളും പുരോഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികപരമായിട്ട് നമ്മൾ ആര് നന്നായാലും അത് ഒരു വലിയ അസൂയാപരമായിട്ട് നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ കറക്കി തിരിച്ച് ഊപ്പാട് വരുത്താൻ പറ്റുമോ എന്ന് സ്വാഭാവികമായിട്ട് ശത്രുക്കൾ ചിന്തിച്ചു പോണ ഒരു സമയം. അപ്പോൾ അതുകൊണ്ട് അപവാദങ്ങൾ പറയുക, വിരോധങ്ങൾ ഉണ്ടാക്കുക, ബലാക്ഷേപങ്ങൾ പറയുക, ചെയ്യാത്ത കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തെന്ന് പറയുക. അങ്ങനെ ഈ സർവപ്രണാശോ വിപദോ അപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസഃ മഠാധികം വേസ്മ ഗതാഹ വിഘ്ന വി ചിന്തനീയാഹ പുനരഷ്ടമേനാണ്. അപ്പോൾ സർവപ്രഭാവത്തിനും ഐശ്വര്യത്തിനും മങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുമെന്നാണ്. അത് പാരകളാണ്, നമ്മളെ പ്രവൃത്തി ദോഷം കൊണ്ടല്ല. ശത്രുക്കളുടെ ആ ആവേശം കൊണ്ട് അവർക്ക് നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് കരിവാരി തേച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം തോന്നി. നിങ്ങളെ കൂടെ നിൽക്കണവരെ, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അവരെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഇല്ലാത്ത അപവാദങ്ങൾ പറയും. വിപദോ, നമുക്കും ചെറിയ മുട്ടുവേദനകളും കാലുവേദനകളും ചെറിയ കാര്യത്തിനും ടെൻഷനൊക്കെ ഉണ്ടായിപ്പോവും. അപവാദങ്ങളുണ്ടാവും. പല കാര്യത്തിലും പോകുന്നതിന് നമുക്ക് ഒരലസത കാണിക്കും. ഞാൻ അവരുടെ മിണ്ടി അത് കുഴപ്പമാണ്, അവരുടെ ബിസിനസ് ചെയ്ത അതൊരു കുഴപ്പമാണ് എന്നൊക്കെ നമുക്ക് തോന്നി. നല്ല നല്ല അവസരങ്ങൾ വന്നാലും നമ്മൾ എന്തിനിപ്പോൾ ആദ്യം പോകണം ഇതിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറകോട്ടൊന്ന് വലിച്ച് നിൽക്കാൻ തോന്നിപ്പോവും. അതേപോലെ ഗതാഹ വിഘ്ന എന്ന് പറയുന്നത് തടസ്സങ്ങൾ വരും. അപ്പോൾ ആ സർപ്പദോഷം മാത്രമാണ് നോക്കത്തി ഭീഷണിയായിട്ട് വരുന്നത്, ഏഷണിയായിട്ട് വരുന്നത്. പിന്നെ ഈ പാമ്പ് കടി, പേപ്പട്ട് കടി, വിഷഭയം, തേനീച്ച, കടന്തൽ, കൊഴു, ഇങ്ങനെയുള്ള ഒരു കൊതു കടിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കണേ. ഡെങ്കിപ്പനിന്നും കൊണ്ട് അതിനും ആശുപത്രി കിടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭയങ്കര ചെറിയ ചെറിയ ജീവജന്തുക്കളുടെ ഉപദ്രവങ്ങൾ പോലും വലിയ വലിയ ഭീഷണി നമ്മളെ ഉയർത്തുന്ന സമയമാണ്. അതുകൊണ്ട് കൂടുതൽ ആരുടെയും വിരോധം കാണിക്കാൻ പോകണ്ട. കാരണം തിരുവാതിര എല്ലാവരോടും വളരെ സന്തോഷമായിട്ട് സോഷ്യലായിട്ട് നല്ല രീതിയിൽ ഒരു കുടുംബത്തിൻ്റെ അംഗം പോലെ ഏത് വീട്ടിലും സ്വതന്ത്രമായിട്ട് ചെന്ന് കയറി അവരുടെ സ്നേഹവും സന്തോഷവും പങ്കിട്ട് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണവരാണ്. പക്ഷെ ഈ സമയത്ത് നമ്മളെക്കുറിച്ച് മോശം പറയുമ്പോഴാണ് നമുക്ക് പല കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും കുറയണം. തിരുവാതിര ശിവന്റെ നാളാണ്. ദേഷ്യം വന്ന ഏഴിച്ചു നിന്ന് താണ്ടുവാടിക്കിടും. എല്ലാത്തിനും തകർത്തുകളയുമെന്ന് നമ്മൾ ഭീഷണിപ്പെടുത്തിയില്ലെങ്കിലും നമ്മളെ പ്രവർത്തനം കൊണ്ട് അങ്ങനെയൊക്കെ ആണെന്ന് ആളുകൾ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും വയറ്റി പോകണം. അപ്പോൾ സർപ്പത്തിൻ്റെ ദോഷം മാറാൻ സർപ്പത്തിന് പൂജകൾ ചെയ്യണം. സർപ്പപ്രീതി അവശ്യമേവ കരുണി ആരോഗ്യ പുത്രാപ്തി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നാഗർക്ക് വഴിപാട് ചെയ്യണം. സർപ്പദോഷം വലിയ ദോഷമാണ്. കാരണം കുഷ്ഠമാപാദികാൻ രോഗാൻ നേത്രപാദഭവാനവേ വിഷഭീതിഞ്ച നീജാന വിരോധം ഗുരുദേ പണി. കുഷ്ഠരോഗങ്ങൾ പിടിവിടുക, കണ്ണിനും കാലിനും അസുഖങ്ങൾ പിടിയുക, വിഷഭീതി, പാമ്പ് കടി, പേപ്പട്ട് കടി, വിഷഭയ, തേനീച്ച, കടന്തൽ ഇതൊക്കെ കൊത്തുക. വിഷം കുടിക്കാത്ത ആൾ വിഷം കുടിക്കുക. മടിക്കാൻ വേണ്ടി കുടിക്കുന്ന വിഷമുണ്ട്. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെയുണ്ട്. വിഷഭീതിഞ്ച നീജാനാം വിരോധം. നീചന്മാരെന്ന് വെച്ചാൽ സ്വകുല അനുചിത കർമ്മ കർത്ത ഇത് നീജ. സ്വന്തം കുലത്തിന് പോലും ഉചിതമില്ലാത്ത പ്രവൃത്തികൾ കുലത്തിലുള്ളവരും കുടുംബത്തിലുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ നമ്മളോട് കാണിക്കും. നീചന്മാരെന്ന് വെച്ചാൽ എന്താണ്? ഒരു ദുഷ്ടത്തരവും ചെയ്യാൻ ഒരു മടിയില്ലാതെ ആളുകളെ
അപരാധം പറയണതൊക്കെ നമുക്ക് സഹിക്കാം. കൊല്ലണത്, വെട്ടണത്, അടിക്കണത് ഒക്കെ ചെയ്യുന്ന ദുഷ്ടത്തരങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് നീചന്മാരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നീചന്മാരുടെ ശല്യം നമുക്കുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? സർപ്പദോഷം മാറ്റണം, ഐശ്വര്യപൂജ ചെയ്യണം, ശത്രു സംഹാര പൂജ നടത്തണം. പഠിക്കണ കുട്ടികളൊക്കെ ആണെങ്കിൽ ഏത് പരീക്ഷ എഴുതിയാലും ജയിക്കും, നിങ്ങൾ അലസത കാണിക്കരുത്, എഴുതണം. പിന്നെ ഏഷണിയും ഭീഷണിയൊക്കെ വരാതിരിക്കുക. എല്ലാവരോടും കൂടുതൽ സ്നേഹം കാണിക്കരുത്, കൂടുതൽ വിരോധവും കാണിക്കരുത്. ഒരു മയത്തിന് അങ്ങ് പോകണം. സ്നേഹം കാണിച്ചാൽ സ്നേഹം കൊണ്ട് അവരുടെ കൂടെ നമ്മൾ പോകണം, വരണം, ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ പെട്ടെന്ന് ശല്യമായി തീരും. വിരോധം കാണിച്ചാൽ ഇപ്പം നമുക്കറിയാമല്ലോ, വിരോധം കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പും ലവർഷിപ്പും ഒക്കെ അടിയിലും അക്രമത്തിലും കൊലപാതകത്തിലുമാണ് കലാശി. അത് നമ്മളൊന്ന് സൂക്ഷിക്കണം. എന്നിട്ട് നമ്മൾ മയമായിട്ട് നമ്മൾ പോകണം. നിങ്ങളുടെ ഏത് പ്രതീക്ഷകളും നമുക്ക് വിജയിക്കാനും ജോലിയും പൈസയും അധികാരവും വിദേശയാത്ര കാര്യലാഭങ്ങൾ എല്ലാം ഉണ്ടാവും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ നേട്ടങ്ങളും കിട്ടുന്ന സമയമാണ്. 30 കൊല്ലം കൊണ്ട് വിചാരിച്ചാൽ നേടാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ 3 കൊല്ലം കൊണ്ട് നേടുമെന്നാണ്. ശനി 11 വരും. ആളുകൾ ചോദിക്കൂല, അയ്യോ എൻ്റെ ശനി എന്ന് കേട്ട് എൻ്റെ ജീവിതമേ പോയി, എന്നെങ്കിലും ഞാൻ ശനി എനിക്ക് ഗുണം ചെയ്യൂ, ഞാൻ രക്ഷപ്പെടൂ എന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് നമുക്ക് ആ ശനി മാറ്റം കൊണ്ട് ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കാലഭൈരവ സ്വാമിയുടെ അടുത്തും മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് തൊഴുവണം. ജാതകം പരിശോധിക്കാൻ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസും അടയ്ക്കേണ്ടതുണ്ട്. എല്ലാവർക്കും കാലഭൈരവൻ്റെയും പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹ കടാക്ഷങ്ങൾ കൊണ്ട് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.